ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി ഒരു സൺഡേ മോർണിംഗ് ആണ്. ഈ സൺഡേ മോർണിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു ലേസി ഡേ ആയിട്ടോ ഫീൽ ചെയ്യുക. കാരണം ഡെയിലി നമ്മൾ ഫോളോ ചെയ്യുന്ന റുട്ടീൻ അല്ലല്ലോ. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ എഴുന്നേറ്റപ്പോൾ തന്നെ കിച്ചണിലേക്ക് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോർക്കാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് ലിവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യമേ ഒന്ന് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുത്തു. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത്. ആക്ച്വലി ഇത് എൻ്റെ ഒരു മൈ ഓൺ കൈൻഡ് ഓഫ് റെസിപ്പി ആണെന്നും കൂടെ വേണമെങ്കിൽ പറയാം. കാര്യം അമ്മമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ യൂട്യൂബൊക്കെ നോക്കി നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും അതിന് വേറൊരു നമ്മുടെ കൈൻഡ് ഓഫ് ടേസ്റ്റായി വരും. ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയാണല്ലോ, ഓരോ ടേസ്റ്റാണല്ലോ അങ്ങനെ. അപ്പോൾ കുറച്ച് ഉപ്പും കറി ലീവ്സും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് നന്നായി വഴണ്ടു വന്നു കഴിയുമ്പോഴേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് മസാലാസ് ഉണ്ടായിരുന്നു. കറുകപ്പട്ട, ഗ്രാമ്പും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൗഡറാക്കി എടുത്താണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷായിട്ട് ചതച്ചെടുത്ത കുരുമുളകും കൂടി. ഈ മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പം കുരുമുളക് ഒത്തിരി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനൊരു ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് കൂട്ടും. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പോർക്ക് കുറേശ്ശെയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് വേവിച്ച് സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വെള്ളം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കറിക്ക് അതൊരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ അതും കൂടി ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇനിയാണ് മെയിൻ പരിപാടി. ഇത് കുറേ നേരം ഇങ്ങനെ നമ്മൾ വരട്ടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് ഒരു ടേസ്റ്റ് വരിക കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പം മടി പിടിച്ചുകൊണ്ട് അത് ഇട്ട് കൊടുത്തില്ല. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു പോർക്ക്. കുറച്ച് കറി ലീവ്സും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാനായിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡും കൂടെ ഞാൻ ആവി കയറ്റിയെടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ ബ്രെഡും പോർക്കും ചായയൊക്കെ കൂട്ടിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി.